ചായയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മിൽമയുടെ പാല് കണി കണ്ടുകൊണ്ടിരുന്ന കേരളത്തിൻ്റെ നന്മ. ഒരു കപ്പ് പാല്, 2 കപ്പ് പാല്, 2 കപ്പ് വെള്ളം. അപ്പം എല്ലാം തിളച്ച് മറിയുന്ന ചായ നമുക്കിനി ഇതിനകത്തേക്കല്ലേ ചായപ്പൊടി. നമ്മളെല്ലാവരും സ്ട്രോങ്ങിൻ്റെ ആൾക്കാരാണ്. ഒരു 3 ചായ ഇളക്കിയാലില്ല ചായക്ക് ജീവൻ വരും. പിന്നെ ഒരു വീഡിയോ ഞാൻ ചായ ഇങ്ങനെ ഇളക്കി ജീവനുള്ള ചായ കുടിക്കാന്ന് കടിക്കൂ കടിക്കുന്നോ. ചായക്ക് ജീവൻ വെക്കുന്നത് ഇങ്ങനെയാണ്. പതക്കണം. ഇങ്ങനെ അതിനകത്ത് ഓക്സിജൻ നിറയും. അതായിരിക്കും ജീവൻ എന്നൊക്കെ പറയാം. ബബിൾസിൽ ഓക്സിജൻ ഉണ്ട്. ചിലര് പറയും ചായ നമ്മൾ ഫ്രിഡ്ജിട്ട് കഴിഞ്ഞാൽ അന്നേരം വാങ്ങി വെക്കണം അല്ലേ? നോർത്ത് ഇന്ത്യക്കാർ നല്ലതായിട്ട് തിളപ്പിച്ച് വേവിച്ച് എന്താ പറയുന്നത്, പാല് വേഗം പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിക്കരുത്. പഞ്ചസാര ഇട്ട് തിളപ്പിച്ചാൽ അത് വിഷാവും. അതല്ലേ നമുക്ക് പിന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുള്ളൂ. ഓരോരുത്തരും ഓരോന്നല്ലേ. നല്ല കടുപ്പായി. നമുക്ക് ചായ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ആറ്റം ഫുള്ള് ജീവനായി. അതന്നെ ഓട് പറയും. ഇത് കുടിച്ചാൽ നമുക്ക് അതുകൊണ്ടായിരിക്കും ജീവൻ വെക്കുന്നത് അല്ലേ? ഒരു ക്ഷീണത്തിലിരിക്കുമ്പോൾ ചായ കിട്ടുമ്പോൾ ഒരു ഉന്മേഷം. അത് ജീവനായിരുന്നു ചായയുടെ. തിരിച്ചറിഞ്ഞത്. ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ മഴ തോന്നുന്നു. അപ്പൊ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കിങ്ങനെ കഴിക്കാം. നല്ല സാമ്പാറിൽ മുക്കി സൂപ്പറാണ്.